പ്രിയപ്പെട്ട പെങ്ങള്, പൊന്നുമോളെ, നീയാണ് അലംഭാവം കാണിക്കുന്നത്. പടച്ചവനെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞോ സർവ്വ ജോലികളും മാറ്റിവെച്ചിട്ട്, പടച്ചവനെ അധികം പെണ്ണുങ്ങളും ഉച്ചയ്ക്ക് കുളിക്കാറില്ല. അടുക്കളയിലെ ജോലിയായത് കാരണം പടച്ചവനെ അസറിന്റെ സമയം എല്ലാ ജോലികളും തീർന്നതിന് ശേഷം പടച്ചവനെ കുളിച്ചുരങ്ങിയിട്ട് ലോഹറും അസറും കൂടെ ഒരുമിച്ചടിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പെങ്ങളെ, വേണ്ട പൊന്നുമോള്, വേണ്ട പൊന്നുമോള്, 5 വഖത്ത് നമസ്കാരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞോ എന്ത് ജോലിയിലാണെങ്കിലും ചില പെണ്ണുങ്ങൾ പറയും, ഉസ്താദേ കുളിക്കാതെ എങ്ങനാ നിസ്കരിക്കുന്നത്? പൊന്നുമോളെ, ശരീരത്തിലെ വേർപ്പൊന്ന് കഴുകിക്കളയോ. പെട്ടെന്ന് കൈകാലുകൾ കഴുകിയിട്ട് പെട്ടെന്ന് പോയി അവ്വൽ വഖത്തിൽ തന്നെ നമസ്കരിക്കുന്ന ശീലമുണ്ടാക്കിയെടുത്തോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മരണസമയം മോശമാകുന്ന ഒന്നാമത്തെ വിഭാഗം നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാ. രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഒരു ദിവസം 5 നേരം വിളിക്കുന്ന ഒരു വിളിയുണ്ട്, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ച, എത്ര തഴമ്പുണ്ടെങ്കിലും എത്ര നീളമുള്ള താടിയുണ്ടെങ്കിലും നീ എത്ര കൊലകൊമ്പനാണെങ്കിലും മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നിനക്ക് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ വഅദ് പറയുന്ന മനുഷ്യൻ. അല്ലേ? അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിന്റെ ഫോൺ ഒന്ന് താഴ്ത്തി വെക്കാൻ നിനക്ക് സമയമില്ല, ഒരു പരിഗണനയുമില്ല. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സംസാരം പള്ളിയുടെ കമ്മിറ്റി ഓഫീസിനകത്ത് വരെ സംസാരം നിർത്തൂല. അള്ളാന്റെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ കമ്മിറ്റി ഓഫീസിനകത്ത് പോലും പള്ളിക്കകത്തിരുന്നിട്ട് പോലും അള്ളാഹുവേ സംസാരം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സാരം നീ രക്ഷപ്പെടൂല വാപ്പാ, നീ രക്ഷപ്പെടൂല. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന പെണ്ണെ, മരണസമയത്ത് നിന്റെ നാക്ക് പൊക്കിയിട്ട് നിനക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സംസാരിച്ചാൽ 30 കൊല്ലം കഷ്ടപ്പെട്ട് ഇബാദത്ത് എടുത്തത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 6 സമയങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം സുഖമാണോ എന്ന് ചോദിച്ചാൽ മതി. ഇങ്ങനെ കൂട്ടുകാരനെ കാണുമ്പോൾ അളിയ സുഖമാണോടാ, മക്കളൊക്കെ നന്നായിരിക്കുന്നോടാ, ഇത് ദുനിയാവിന്റെ കാര്യമാണ്. ഈ 6 സമയങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 30 കൊല്ലം കഷ്ടപ്പെട്ടത് മുഴുവൻ നഷ്ടമായി പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അതിലെ ഒന്നാമത്തെ സമയം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ച, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് അതാ മഹാനായ അലിയാർ തങ്ങൾ പറയുകയാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവേ, ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം സംസാരിച്ചാൽ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുമ്പോ അല്ലാഹുവേ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയൂല. 1 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെടുകയാണ്. 2 പടച്ചവരേ, അല്ലാഹുവേ, നല്ല മരണം കിട്ടൂല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് നാളെ പരലോകത്ത് കടന്നു വരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെന്ന് പറയുന്നുണ്ട്, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പെൺതാരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ മുകുതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് ഇടഞ്ഞും നടന്ന നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം കടന്നു വരുമെന്ന് ലോകത്തിന്
പരലോകത്തിന്റെ നേതാവ് പറയുമ്പോ ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് ഒരു വിഭാഗം എഴുന്നേറ്റ് വരികയോ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കോടാരി കോടി ജനങ്ങൾ മുഴുവനും നിൽക്കുമ്പോ പട്ടികയുടെ കോലത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട്, പട്ടികയുടെ രൂപത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാ, അവരാരെന്നറിയോ? അവരാരെന്നറിയോ? വാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ച് ചിരിച്ചവര് നാളെ പട്ടികയുടെ കോലത്തിലാണ് നീ പരലോകത്ത് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത മഹത്വമോ! ആരാണ് പടച്ചവരെ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആർക്കെന്നറിയോ? അത് പള്ളിയിലെ ഇമാമിനല്ല, കമ്മിറ്റിക്കാർക്കല്ല, അല്ലാഹുവേ നാട്ടുകാർക്കല്ല. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മനുഷ്യനാരാ? ഇവിടുത്തെ പള്ളിയിൽ 5 നേരം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹുവേ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്. അല്ലാഹുവേ എന്ന് മുഅദ്ദിന്മാരെ പരിഗണിക്കാത്തവരുണ്ട്. അല്ലാഹുവേ മുക്രി എന്ന് വിളിച്ചിട്ട് മുഅദ്ദിൻ എന്ന് പറഞ്ഞ് നിസാരമായ തെല്ലുന്നവരുണ്ട്. ഇവിടത്തെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, ജനങ്ങളെ നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾക്ക് വല്ലാത്ത സ്ഥാനമാ. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി നിങ്ങളാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അതാ 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയോ. എല്ലാവരും തല താഴ്ത്തി നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. പ്രവാചകൻ പറഞ്ഞ് 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. ആ 2 വിഭാഗത്തിൽ ഒരു വിഭാഗം ഏരെന്നറിയുവോ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ തല നാളെ പരലോകത്ത് ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായി ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മോദി സാഹിബ് സ്റ്റേജിലുണ്ടോ? മോദി സാഹിബാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. നാളെ പരലോകത്ത് ചെല്ലുമ്പോ തല ഉയർന്നു നിൽക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പള്ളി ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈവക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹു അലം, അല്ലാഹു അലം, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതേ വിളിക്കാൻ ബാക്കിയുള്ളവർക്കൊന്നും കഴിവില്ല എന്നിട്ടാ, ബാങ്ക് വിളിക്കാൻ അറിയാഞ്ഞിട്ടാ നാളെ രാവിലെ പോകും. മോദി സാഹിബിന് ഒരു 50 രൂപ കൊടുത്തിട്ട് പറയണം, കാക്ക ഒരവസരം എന്താ? പലരും വിളിക്കാത്തത് പേടിയാ. ഹയ്യാല സല ആദ്യം വിളിക്കോ, ഫല വിളിക്കോ? അവിടെ ആണല്ലോ. അപ്പൊ മോദി സാഹിബിന് പിന്നെ അങ്ങനെ ജോലി പോകുമെന്നുള്ള ഭയം ഉണ്ടാവും. അങ്ങനാണല്ലോ. അപ്പൊ നിങ്ങൾ പറയണം, സുബഹിക്ക് വിളിക്കാം, അവിടെ അസലാത്ത് ഖൈർ വിളിച്ചാൽ എന്ത് വിളിച്ചില്ല ആരറിയാനല്ല, ഉറക്കല്ലേ. സുബഹിക്കാണെങ്കിലും അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞങ്ങളുടെ നാട്ടിലൊരു മോദി സാഹിബ് ഉണ്ട്. അദ്ദേഹം അസമയത്ത് കയറി ബാങ്ക് വിളിക്കും. 2 മണിക്കൊക്കെ കയറിയിട്ട് 2 മണിക്കൊക്കെ ഉറക്കത്തിൽ നിന്ന് ചാടി നിന്നിട്ട് 11 മണിക്കൊക്കെ ബാങ്ക് വിളിച്ചളയും. അപ്പൊ ഒരിക്കൽ ഞാൻ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ എന്താ അപ്പൊ ഇങ്ങനെ, നിങ്ങളെ കുറിച്ചുള്ള ഒരു പരാതി, അസമയത്ത് ബാങ്ക് വിളിക്കലാണല്ലോ, ഇങ്ങനെ എന്താ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉസ്താദെ അത് ഇവന്മാരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത്, നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ്. കാരണം എന്തേ, അസമയത്ത് ബാങ്ക് വിളിച്ചാ പള്ളി കയറാത്തവനും പള്ളി വരും ചോദിക്കാൻ. അസമയത്ത് ബാങ്ക് വിളിച്ച പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ കയറാത്തവന് അസമയത്ത് വിളിച്ചാൽ പള്ളി വരും. അത് അങ്ങനെ നെഞ്ചത്ത് കയറാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ എല്ലാരും വരുമ്പോ ഇവരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തമാശ പറഞ്ഞതാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അത് വിളിക്കൂലേ? ഉറക്കം ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയാലോ? ഉറക്ക പറഞ്ഞേ അല്ലാഹ് ഒരിക്കലെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കണം. അല്ലെങ്കിൽ നീ ബാങ്ക് വിളിക്കാൻ പള്ളിയിൽ പോകണമെന്നൊന്നുമില്ല. നീ നിസ്കരിക്കുന്ന സമയത്ത് നിനക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ വിളിച്ചിട്ട് നിസ്കരിക്കാമല്ലോ. നീ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്തെങ്കിലും ബാങ്ക് ഇഖാമത്തും കൊടുത്തിട്ട് നിസ്കരിക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒടുക്കത്തെ ഫോണാ നിന്റെ ഫോൺ ആ സമയത്തെ അടിക്കത്തുള്ളൂ. വയലു പറയാ, അള്ളാന്റെ പള്ളിയിൽ ഒതുവെടുക്കുന്ന സമയത്ത് പോലും ജനങ്ങൾ മാറി നിൽക്കും ഈമാനുള്ളവർ. പള്ളി പോകുമ്പോ നോക്ക്, ഹൗലും കരയിൽ നിൽക്കുമ്പോ ബാങ്ക് വിളിക്കുമ്പോ അള്ളാനെ പേടിയുള്ള പണ്ടത്തെ വാപ്പമാരുണ്ടല്ലോ മാറി നിൽക്കാറുണ്ട്. കാരണം എന്തെന്നറിയോ? ഒതുവെടുക്കുന്ന സമയത്ത് പല ദിക്റുകളും പറയാനുണ്ട്.
ഒതുവെടുക്കുന്ന സമയത്ത് പല ദിക്റുകളും പറയാറുണ്ട്. അപ്പൊ ബാങ്ക് വിളിക്കണ സമയത്ത് ദിക്റ് പറഞ്ഞാൽ അല്ലാഹുവേ ആക്കിബത്ത് മോശമായി പോവോ? അത് കണ്ടിട്ട് അള്ളാനെ പേടിയുള്ള വാപ്പമാര് ഒതുവെടുക്കുന്നത് പോലും നിർത്തിവെച്ചിട്ടിരിക്കുന്നത് കാഴ്ച കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ വഅദ് പറഞ്ഞോ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെണ്ണുങ്ങള് തലയിൽ തുണിയിടുന്ന 2 സമയമുണ്ട്. എപ്പോഴാന്നറിയാമോ? പെണ്ണുങ്ങള് തലയിൽ തുണിയിടുന്ന 2 സമയം. എപ്പോഴാ അറിയോ? 2 സമയം. ഒന്ന് ബാങ്ക് വിളിക്കുന്ന സമയം. ബാങ്ക് വിളിക്കുമ്പോ അതുവരെ ഒന്നുമില്ല, എല്ലാം തുറന്നിട്ട് കിടക്കാം. ബാങ്ക് വിളിക്കുമ്പോ മോളെ ഷാളിട്, പഠിച്ചന ഓട്ടവാ, എങ്ങനെയെങ്കിലും തപ്പുക. എവിടെ അടുക്കള ഇരുന്നിട്ട് ഷാള് തപ്പുക, ബെഡ്റൂമിനകത്തിരിക്കുക, തപ്പി അവസാനം നോക്കുമ്പോ ഒരെണ്ണം കിട്ടി, ഒരു ഷാള് കിട്ടി. ഉമ്മ ഒരു സൈഡില്, മോളൊരു സൈഡില്. ഇങ്ങനെ എന്തൊരു സ്നേഹം എന്നറിയാം. ഉള്ളത് കൊണ്ട് 2 പേരും അഡ്ജസ്റ്റ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു, ഒരു തറയിൽ കളഞ്ഞിട്ട് വീണ്ടും പഴയ കോലം. ഇതാ അവസ്ഥ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 2ാമത് പെണ്ണുങ്ങൾ തലയിൽ തുണി ഇടുന്ന സമയം പള്ളിയിലെ ഹതീബിനെ കാണുമ്പോഴാണ്. തന്നെ പള്ളിയിലെ ഉസ്താദ് വീടിന്റെ അതിലേക്കൂടെ ഒന്ന് പോയാ പടച്ചോനെ അല്ലായെ പേടിയില്ല, ഉസ്താദിനെ പേടി. അല്ലായെ പടച്ച റബ്ബിനെ നിനക്ക് പേടിയില്ല. അപ്പൊ നീ ഉസ്താദെ കാണുമ്പോ അല്ലാഹു ഞാനൊരിക്കൽ ഒരു കല്യാണത്തിന് പോയി, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ വേണ്ടായിരുന്നു. ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നു പറയാൻ കഴിയില്ല. ഞാനൊരു കല്യാണത്തിന് പോയപ്പോ ഒരു താത്ത സാരി ഉടുത്തിട്ട് ഇങ്ങനെ നിക്കാ, ചെറുപ്പക്കാര് മുഴുവൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. താത്താടെ വയറിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത്. ഞാൻ കയറി ചെന്നപ്പോഴത്തേക്കും ചെറുപ്പക്കാർക്കൊക്കെ വലിയ സന്തോഷം. അളിയ നോക്കടാ. ഞാൻ വിചാരിച്ചു എന്തേ പടച്ചോനെ അത്ഭുതം, നോക്കടാന്ന് പറഞ്ഞു വല്ലാത്ത ഉത്സാഹം. എന്താ സത്യത്തിൽ ഞാൻ കയറി ചെന്നപ്പോ ഈ താത്ത സാരിയുടെ തുമ്പെടുത്ത് തലയിലിട്ട്. അപ്പൊ പിന്നെ ഇവിടെ മുഴുവൻ അങ്ങ് തുറന്നു. അപ്പൊ ഉസ്താദ് പോയതാ നല്ലത് അല്ലേ? ആകെ അല്പം വയറും കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഉള്ളതും കൂടെ തുറന്നു കാണിച്ചു. കാരണം എന്റെ കട തലയിൽ തുണി ഇട്ടതാ. ഞാൻ ചിന്തിച്ചു പടച്ചോനെ ഇവിടെ ഇടണ്ടായിരുന്നു. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലായ എല്ലാം നമ്മളൊന്ന് ചിന്തിക്കുക. അല്ല എല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ? എടാ അല്ല എല്ലാം കാണുന്നു എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. എന്നിട്ടും തെറ്റ് ചെയ്ത അതിന്റെ അർത്ഥം എന്തെന്നറിയാം? അല്ല കണ്ടാ എനിക്കിവിടെ എന്തുവാ? അതന്നെ അല്ല കാണുന്ന. നിങ്ങൾ ആലോചിക്കേ, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ പെട്ടെന്ന് മാറും. കാരണം എന്താ? ആ വരുന്നവൻ ആലോചിക്കേ അല്ലാനെ തരം താഴ്ത്തുവാതെ. നിന്റെ വീട്ടിൽ നീ ഒരു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും കയറി വന്നാൽ കാണുമെന്ന് പറഞ്ഞിട്ട് നീ മാറുന്നു. എന്നാൽ അല്ല ഇതൊക്കെ ലൈവായി കണ്ടോണ്ടിരിക്കുക. അതില്ല. അല്ലാഹുവിനെ എങ്ങനെയും തരം താഴ്ത്തരുത്, രക്ഷപ്പെടൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സാധാരണ ഒരു മനുഷ്യന്റെ പരിഗണന പോലും അല്ലാഹുവിന് നൽകാത്തവർ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു കണ്ട എനിക്കിവിടെ ഒന്നുമില്ല എന്നതിന്റെ അർത്ഥമാണ് നീ അല്ല കണ്ടുകൊണ്ടിരിക്കുക നീ ചെയ്യുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പെട്ടെന്ന് പറയുകയാണ്, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയാത്ത 2ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ, ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ, എത്ര വലിയ ഉയരമുള്ള ആള് പറഞ്ഞു കൊടുത്താൽ, എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയാത്ത 3ാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ചെറുപ്പക്കാരാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത 3ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അത് മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളോ? കഴിയൂല ചെറുപ്പക്കാരാ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നിനക്കത് പറയാ കഴിയൂലടാ. കാരണം ചരിത്രം അത് സാക്ഷിയാ. മഹാനായ അൽഖമ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ അവസാനം മരണസമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ ചുറ്റുഭാഗത്ത് സഹാബികൾ നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാ. പടച്ചവനെ നാവ് പൊങ്ങുന്നില്ല, പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ കിടന്നു വന്നു. നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ? ഒന്നാമതായി ചോദിച്ച ചോദ്യം ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ. അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കഴിയുമെങ്കിൽ വിളിച്ചു കൊണ്ടുവാ സഹാബാ. സഹാബികൾ ചെന്നിട്ട് അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരികയാ. പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങളുടെ മകനുമായിട്ട് എങ്ങനെയാണ്? അൽഖമയുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? ആ സമയത്ത് ഉമ്മ പറയുന്നു, നബിയേ, അൽഖമ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ. അൽഖമാന് എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു, അവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ മകന് എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. ഒരു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ഞാൻ താലോലിച്ച് പൊന്നുപോലെ വളർത്തിയ എന്റെ പൊന്നുമകനുണ്ടല്ലോ, അവന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹം അവന്റെ ഭാര്യയോടാണ് നബിയേ. അതെനിക്ക് സഹിക്കാ കഴിഞ്ഞില്ല നബിയേ. എന്റെ മനസ്സ് വേദനിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഉമ്മ, നിങ്ങളുടെ പൊന്നുമോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. അവന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. ഒരു നല്ല മരണം കിട്ടണമെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടാതെ കഴിയൂല. നിങ്ങൾക്കൊന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തുകൂടെ? ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, എനിക്കവനെ മറക്കാ കഴിയില്ല നബിയേ, എനിക്കവനോട് പൊരുത്തപ്പെടാതെ കഴിയൂല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ, വിറക് ശേഖരിച്ച് തീയിട്ട് കരിച്ച് കളസാബാ, ജീവനോടെ കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവര് അവരെ കരിച്ച് കള സഹാബാ. പറയേണ്ട താമസം ഉമ്മ പറയുന്നു, നബിയേ, എന്റെ പൊന്നുമോനെ കരിക്കല്ല നബിയേ, ഞാനവനെ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി അൽഖമ റളിയല്ലാഹു തആല അൻഹു അവിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ലോകത്തോട് യാത്രയായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് രക്ഷപ്പെടൂല. എന്റെ ചെറുപ്പക്കാരാ, അവന്റെ വില എന്തേ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ പഠിച്ചവരെ, ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ. ഉമ്മാന്റെ വില മനസ്സിലാകണമെങ്കിൽ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. ചില മക്കൾ അങ്ങനെയാണ്. ഈ നാട്ടിലും പടച്ചവരെ, ഈ നാട്ടിലും ചില മക്കൾ ഉണ്ടാകുമല്ലോ. പടച്ചവനെ, പെണ്ണും കെട്ടി മക്കളായാൽ ജീവിച്ചിരിക്കുന്ന പ്രായമുള്ള വാപ്പയും ഉമ്മയും വീട്ടിലുണ്ടെങ്കിൽ എവിടെ പോയാൽ റൂമിൽ ചെന്നിട്ട് ഉമ്മാനോട് പറയും, ഞാൻ കടയിൽ പോകുകയാ, ഞാൻ ജോലിക്ക് പോവുകയാ. ഉമ്മാനോട് പറഞ്ഞിട്ട് പോകുന്ന ചില മക്കളുണ്ട്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു, ലുഖ്മാനുൽ ഹകീം
റളിയല്ലാഹു തആല അൻഹു ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞാനൊരു യാത്രയ്ക്ക് പോവുകയാ, തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മാൻ എന്താണ് കൊണ്ടുവരേണ്ടത്, എന്റെ ഉമ്മയ്ക്ക് എന്താണ് വേണ്ടത്? ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറഞ്ഞു, മോനെ ലുക്മാനേ, തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരുവോ മോനെ? സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുതരുവോ മോനെ? ലുക്മാന് തങ്ങളുണ്ടല്ലോ ഉമ്മാനോട് പറഞ്ഞ മറുപടി, ഉമ്മാ അതിന് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്റെ ഉമ്മ കാത്തിരിക്കണ്ട. ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടത്, ഉമ്മാന് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടത്. ലുക്മാന് തങ്ങള് തന്റെ ഉമ്മാന്റെ മുന്നിലിരിക്കുകയോ, എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഒന്ന് കാലുയർത്തുവോ ഉമ്മ, ഒന്ന് കാലുയർത്തുവോ ഉമ്മ. ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് പെറ്റുമ്മാന്റെ കയ്യിൽ വെച്ച് കൊടുത്തു പറയുന്ന, ഉമ്മ സ്വർഗത്തിലെ മണ്ണിതാവുമ്മ, സ്വർഗത്തിലെ മണ്ണിതാവുമ്മ. ചെറുപ്പക്കാരാ, നമ്മുടെ ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ പോര്, നമ്മുടെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. അത് തിരിച്ചറിയാ കഴിയണമടാ. സ്വന്തം ഉമ്മാന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നേടിയെടുക്കാൻ കഴിയാത്തവനും മകനല്ലടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഉമ്മയോടാണ്. രണ്ടാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. മൂന്നാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. നാലാമതാരോടാ നബിയേ? നിന്റെ വാപ്പയോടാ. മൂന്ന് പ്രാവശ്യവും അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് ഉമ്മ ഉമ്മ ഉമ്മ. ഉമ്മയ്ക്ക് ഈ മഹത്വം കിട്ടാറുള്ള കാരണമെന്താ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. അല്ലാഹുവേ, 9.5 മാസക്കാലം ചുമന്നുകൊണ്ട് നടന്നത് വാപ്പയല്ലടാ. ഒന്ന് നല്ലതുപോലെ നടക്കാൻ കഴിയോ? എല്ലാവരും കല്യാണത്തിന് പോയാ ഉമ്മ പോകാറില്ല. കാരണം നടക്കാൻ വയ്യ, ഓടാൻ വയ്യ, കിടക്കാൻ വയ്യ. പടച്ചവനെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ 9.5 മാസക്കാലം പടച്ചവര് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കള് ഒരു 5 മിനിറ്റ് നമ്മുടെ തോളിൽ കൈവച്ചാ നമുക്ക് സഹിക്കൂല. എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും ആ കൈ നമുക്ക് അസൗകര്യമായി തോന്നുമല്ലോ. എങ്കിലും 9.5 മാസം വയറ്റിൽ ചുമന്നത് നിന്റെ ഉമ്മയാ പൊന്നുപോര്. എന്നിട്ടോ മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചത് നിന്റെ പെറ്റുമ്മയാ. പ്രസവ സമയത്ത് ഉമ്മ കിടന്ന് വിളിച്ച വിളിയുണ്ടല്ലോ, അറിയില്ല ചെറുപ്പക്കാരാ, ആ വേദന നമുക്കറിയില്ലടാ. എത്ര പറഞ്ഞു തന്നാലും നമുക്കത് മനസ്സിലാവൂല. ഉമ്മ അനുഭവിച്ച വേദന വല്ലാത്ത വേദനയാ. അല്ലാഹുവേ, പ്രസവ വേദന സഹിച്ചത് നിന്റെ ഉമ്മയാ. നിനക്ക് 2 വയസ്സാകുന്നത് വരെ പാല് തന്നത് നിന്റെ പെറ്റുമ്മയാ. പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും എഴുന്നേക്കാൻ കഴിയില്ലെങ്കിലും ഞാനും നിങ്ങളും ഒന്ന് കരഞ്ഞപ്പോ അല്ലാഹുവേ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു പാല് തന്നത് നമ്മുടെ പെറ്റുമ്മയാ. അതുകൊണ്ട് നിന്റെ ഉമ്മയോടാ കടമ. വാപ്പയ്ക്ക് മഹത്വമില്ലെന്നല്ല, വാപ്പയ്ക്ക് കടമയില്ലെന്നല്ല. ആരാ വാപ്പയെന്നറിയുവോ? സ്നേഹം കാണിക്കാതെ സർവ്വതും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിക്കിട്ട് നടക്കുന്ന നമ്മുടെ വാപ്പ. സ്വന്തം ഉരുകിയിട്ട് സ്വന്തം വിയർപ്പല്ല രക്തം വിയർപ്പാക്കിയിട്ട് നമ്മളെ പോറ്റി വളർത്തുന്ന വാപ്പാന് നമുക്ക് തിരിയാനിട്ടോ. റസൂലുള്ള പറയുന്ന നമ്മുടെ വാപ്പയാരെന്നറിയോ? സ്വർഗത്തിന്റെ മധ്യവാതിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ കവാടവാമോനെ വാപ്പ. ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്.
കരുണക്കടലായ അല്ലാ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ, സ്വർഗ കവാടമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ, എല്ലാ അനുഗ്രഹവും അവരുടെ ഖബറിന്റെ അകത്ത് നിറച്ചു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ, അവരുടെ കാഴ്ചപറ്റിൽ കിടക്കുന്ന സ്വർഗം ഞങ്ങൾക്ക് തരണേ നാഥാ. സംഘാടകരെ ബക്കറ്റുമായിട്ട് കിടന്നു വരികയാ, മനസ്സറിഞ്ഞുകൊണ്ട് സ്വന്തം വാപ്പയ്ക്ക് സ്വന്തം ഉമ്മയ്ക്ക് നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കൾ പടച്ചവര് അവരുടെ ഖബർ വിശാലമാകാ, അവരുടെ ഖബർ സ്വർഗമാകാ, അവരുടെ മണ്ണറ മണിയറയാകാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് പടച്ചുറപ്പൊരു നല്ല മരണം കൊടുക്കാർ, അവരുടെ പൊരുത്തം കെട്ടാർ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കാൻ കഴിയുമോ? അല്ലാഹുവേ അല്ലാഹുവേ, ആരെല്ലാം ഒരു നല്ല സദക്ക കൊടുക്കുന്നു അവരുടെ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കടേ തമ്പുരാനെ, നീ മണിയറയാക്കടേ റഹ്മാനെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 5 കാര്യങ്ങളിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 5 കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ മതി പ്രതിഫലം, ഇബാദത്തിന്റെ പ്രതിഫലം. 5 കാര്യങ്ങളിലേക്ക് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലം. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരുന്നാൽ നമ്മുടെ പെറ്റുമ്മയുണ്ടല്ലോ, നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ, സമയമില്ലല്ലോ, ഇന്ന് സമയമില്ലല്ലോ ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ. കാരണം ഉമ്മാന്റെ ഗ്ലാമറൊക്കെ പോയി, ഉമ്മാന്റെ ഗ്ലാമറൊക്കെ പോയി. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് പ്രായം ചെന്ന തൊലിയെല്ലാം ചുളുങ്ങിപ്പോയ വാപ്പാനെ കാണിച്ചിട്ട് തന്റെ വാപ്പയാണെന്ന് പറയാ നാണക്കേടാ. സ്വന്തം ഉമ്മ ഇതെന്റെ ഉമ്മയാണെന്ന് കൂട്ടുകാരോട് പറയാം മക്കള് കടിമടിക്കുന്ന കാരവാ. മോനെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഉമ്മാന്റെ മുഖത്ത് നോക്കിയാ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഞാൻ ഇങ്ങോട്ട് വഅദിനിറങ്ങുമ്പോ ഈ പ്രാവശ്യം വഅദിനിറങ്ങിയപ്പോ വല്ലാത്ത സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ വീട്ടിൽ വന്നു. ഉമ്മാനെ കണ്ടപ്പോ അവസാനം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഇറങ്ങുമ്പോ മനസ്സിന് വല്ലാത്ത കുളിർമ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആര് വഴക്ക് പറഞ്ഞില്ലെങ്കിലും ഉമ്മ വഴക്ക് പറയും. ഉമ്മ വഴക്ക് പറയുമ്പോ കേൾക്കാൻ വല്ലാത്ത ഒരു സുഖമാണ്. ലോകത്ത് ആര് നമ്മളെ വഴക്ക് പറഞ്ഞാലും നമുക്ക് സഹിക്കൂല. മക്കള് പറഞ്ഞാലും ഉസ്താദന്മാര് പറഞ്ഞാലും കൂടപ്പറപ്പ് പറഞ്ഞാലും നാട്ടുകാര് പറഞ്ഞാലും പടച്ചവനെ പാതിരാത്രി 10 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യ എങ്ങാണ് നമ്മളെ എന്തെങ്കിലും പറഞ്ഞാ നമുക്ക് സഹിക്കൂല. പക്ഷേ 12 മണിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉറങ്ങാതെ കാത്തിരിക്കുന്ന നമ്മുടെ ഉമ്മ നമ്മളെ വഴക്ക് പറയും, ഇത്രയും നേരം എവിടെ പോയി കിടന്നടാ എന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പോഴും ഉമ്മ വഴക്ക് പറയുമ്പോഴും ചിരിക്കാറാ പതിവ്. കാരണം ഉമ്മ വഴക്ക് പറഞ്ഞാലും അതിൽ വല്ലാത്ത ഒരു സുഗന്ധമാണ്, വല്ലാത്ത ഒരു സുഖമാണ്. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. വല്ലാത്ത ഉമ്മ വഴക്ക് പറഞ്ഞാലും നമുക്ക് ചിരിയാ അല്ലേ? രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യ എന്തെങ്കിലും പറഞ്ഞ അടി കൊടുക്കാം, നമുക്ക് അല്ലേ ദേഷ്യപ്പെടും. ആര് പറഞ്ഞാലും പക്ഷെ ഉമ്മ വഴക്ക് പറഞ്ഞാലും കേൾക്കാൻ ഒരു സുഖവാ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. മാതാപിതാക്കളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന ചില മക്കളുണ്ട് അല്ലേ? മാതാപിതാക്കളും മരിക്കാൻ വേണ്ടി ഉസ്താദിനൊക്കെ വന്നിട്ട് പറയും, ഉസ്താദ് ദുആ ചെയ്യാ. അതിന് കാരണം പറയുന്നുണ്ടെന്ന് മാതാപിതാക്കള് കടന്ന് വേദന തിന്നുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഉസ്താദെ. പറയണേട്ടാ വിചാരിക്കും ഇവനാ സഹിക്കുന്നില്ല.
പറയണ കേട്ടാ വിചാരിക്കും ഇവനെ സഹിക്കണേ. മനുഷ്യ, ആ മനുഷ്യൻ വേദന സഹിച്ചാൽ അള്ളാഹു ആ മനുഷ്യന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ കഴിയുന്നടാ സ്വന്തം ഉപ്പായും ഉമ്മായും മരിക്കാൻ ദുആ ചെയ്യാൻ? എത്ര മക്കൾ രോഗം പിടിച്ചിട്ട് കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മാപ്പയാണെങ്കിൽ രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോ മോനെ എന്നുള്ളൊരു വിളിയുണ്ടല്ലോ. ലോകത്ത് നമ്മളെ മോനെ എന്ന് വിളിക്കാൻ നമ്മുടെ ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. അതില്ലാതാകുമ്പോഴേ അതിന്റെ വേദന നമുക്കറിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെ മുഖത്ത് നോക്കൽ ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. 2, അള്ളാഹുവിന്റെ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം. അള്ളാഹുവിന്റെ കഅബാലയം അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4, സംസം വെള്ളത്തിൽ നോക്കൽ ഇബാദത്തിന്റെ കൂലിയാ. അതുകൊണ്ട് ആ സംസം വെള്ളം നോക്കിയിട്ട് കുടിക്കണമെന്ന് പറയുന്നത്. സംസം വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് വേണം കുടിക്കാൻ. നോക്കിക്കൊണ്ടിരിക്കണമെന്നല്ല, അത് നോക്കിയിട്ട് കുടിക്കണം. അതിന് ഇബാദത്തിന്റെ കൂലിയുണ്ട്. 5, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കൽ ഇബാദത്തിന്റെ കൂലിയാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് വെക്കേഷന്റെ സമയത്ത് ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്ത് സഹായിക്കണം. പോകാൻ ആയുസ് വേണമല്ലോ, ആരോഗ്യം വേണമല്ലോ, അള്ളാഹുവിന്റെ വിളി ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആയൊക്കെ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓസിന് വേണ്ട, ഞാനവിടെ ചെന്നാൽ നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഞാനവിടെ ചെന്ന് നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ആരെങ്കിലൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സംഘാടകരുടെ കയ്യിൽ നമ്പറുണ്ട്. നമുക്ക് ഈ കമ്മീഷന്റെ പണി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ കൂടെ കൂടുക. അള്ളാഹു എല്ലാവരെയും അവിടെ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ ഉമ്മാന്റെ മുഖത്ത് നോക്കിയ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 തെറ്റ് ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ. 3 പാപം ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന പല പാപങ്ങളുണ്ട്. 3 പാപങ്ങൾ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ശിക്ഷ കൊടുക്കും. അതിലെ 1ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസാൻ, ഏതെങ്കിലും ഒരു മുസ്ലിം തന്റെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള, തല്ലണ്ട ഇതവിടെ, മാതാപിതാക്കളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 11 മണിയായി. നിർത്താൻ സമയമായോ? നിർത്താൻ സമയമായോ? ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണം. നിർത്തണോ? എനിക്ക് നാളെ വയനാടാ പരിപാടി. ഒന്ന് ചുരം കയറണം. അതുകൊണ്ടാ ഇപ്പൊ അങ്ങ് വിട്ടാ രാവിലെ ആകുമ്പോഴത്തേക്ക് അവിടത്തെ. നിർത്താറായോ? ഈ 3 പാപം, 3 ശിക്ഷ ഏതാണെന്ന് പറഞ്ഞിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്. കേൾക്കാൻ താല്പര്യമുള്ളവർ കൈപൊക്കിക്ക്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പെണ്ണന്മാരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പടച്ചുറപ്പ് ശിക്ഷ തരികയാണ്. 1ാമത്തെ ശിക്ഷ എന്തെന്നറിയുവോ? നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്ന് രാത്രി കരഞ്ഞു, ഉമ്മാനോട് പിണങ്ങി നടക്കുന്ന, വാപ്പയോട് വാശി കാണിച്ച് നടക്കുന്ന നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയണം, നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ഫോൺ വിളിക്കൂ, ഉപ്പാനെയും ഉമ്മാനെയും ഫോൺ വിളിച്ച് സംസാരിക്കൂ, ഇല്ലെങ്കിൽ അവരെ പോയി സലാം പറയാതെ ഞാൻ ഇനി പട്ടിണി കിടക്കും, ഭക്ഷണം കഴിക്കൂല. ഭർത്താവിന്റെ മുന്നിൽ സത്യാഗ്രഹം കടന്നോ പെണ്ണ്? ഇല്ലാതെ നീയും നിന്റെ ഭർത്താവിന്റെ കൂടെ കൂടിയ ആ മനുഷ്യനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ദിവസം വിദൂരമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിന്റെ ജനാസ കാണാ തയ്യാറായിക്കോ. എന്റെ പ്രിയപ്പെട്ടവര്, മാതാപിതാക്കളോട് പിണങ്ങി നടക്കുന്ന മക്കള്, നിന്റെ മക്കളുടെ സ്നേഹം അല്ലാഹു നിനക്കൊരുപാട് കാലം തരൂല. നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഉമ്മ പറയുന്നതനുസരിക്കണേ മോര്. മാതാപിതാക്കൾ പറയുന്നത്, പ്രത്യേകിച്ച് ഉമ്മ പറയുന്നത് കേൾക്കണേ മോര്. ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ പോകരുത്. ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞാ നീ അവിടെ പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത്. അല്ലാതെ ഉമ്മ പറഞ്ഞു ഫുട്ബോൾ കളി കാണാ പോകല്ലേടാ, ഉമ്മ ഞാൻ പോകുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പോകുന്നവരുണ്ട്, സിനിമയ്ക്ക് പോകുന്നവരുണ്ട്, ടൂറ് പോകുന്നവരുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട്. എങ്കിൽ അല്ലാഹു തരുന്ന ശിക്ഷ കേട്ടോ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാര്, പെങ്ങള്, കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികള്, മാതാപിതാക്കളെ നാണം കെടുത്തിയിട്ട് പെണ്ണുങ്ങള് കാമുകന്റെ കൂടെ പോകുന്ന കാലവാ. കോടതിയുടെ വരാന്തയിൽ കിടന്ന് കാല് പിടിച്ചിട്ട് നെഞ്ചു പൊട്ടിയിട്ട് എത്ര കരഞ്ഞാൽ ഒരു കരുണയും കാണിക്കാത്ത യുവത്വമേ, ഈ ചരിത്രം നിനക്ക് പാടപാടി. ഒളിച്ചോടി പോയവളുമാര് മുഴുവനും പുഴുത്തു ചാകാനുള്ള കാരണമെന്തെന്നറിയോ? ആത്മഹത്യ ചെയ്യാറുള്ള കാരണമെന്തെന്നറിയോ? പണച്ചവനെ ഒരു കാലത്തും സമാധാനം കിട്ടാതെ ചത്തുപോകാറുള്ള കാരണമെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക്, ചെറുപ്പക്കാർക്ക് ഒരു ചരിത്രം പറഞ്ഞു തരാമടാ. എന്ത് മറന്നാലും മറക്കരുത്. വല്ല മാതാപിതാക്കളെ പോറ്റി വളർത്തിയ മക്കളെ അതാ വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, പെണ്ണുങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് ആണത്തമാണെന്ന് പലരും നിന്നോട് പറഞ്ഞു തന്നോ? എടാ, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അവൾക്കൊരു വാപ്പയുണ്ടായിരുന്നടാ, അവൾക്കൊരു ഉമ്മയുണ്ടായിരുന്നടാ. അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരെങ്ങാണം ഈ ഭൂമിയിൽ വീണ ഒരു കാലത്ത് നീ രക്ഷപ്പെടൂല. എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. അതിനെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവേ, ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം കൂട്ടുകാര് മുഴുവനും പറഞ്ഞു, ഫളിലേ, ഞങ്ങളെല്ലാവരും കൂടെ ഉംറയ്ക്ക് പോകുകയാ, നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നു. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ഉമ്മയോട് ഞാൻ അനുവാദം ചോദിച്ചിട്ട് പറയാ. കൂട്ടുകാര് പറഞ്ഞു, നീ വരുന്നെങ്കിൽ നാളെ ഇന്ന സമയത്ത് നീ വരണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാര് മുഴുവനും പിരിയുകയാണ്. പടച്ചവരെ, ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കുന്നു, ഉമ്മാ, കൂട്ടുകാര് മുഴുവനും ഉംറയ്ക്ക് പോകുകയാ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ. ഉമ്മ പറഞ്ഞു, വേണ്ട മോര്, എന്റെ പൊന്നുമോൻ ഇപ്പൊ ഉംറയ്ക്ക് പോകണ്ട, പിന്നെ പോകാമെന്ന് ഉമ്മ അനുവാദം കൊടുത്തില്ലോ. എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ മുന്നിലേക്ക് കടന്നു ചെന്നു. എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. കൂട്ടുകാര് മുഴുവനും കളിയാക്കുകയാണ്. ഉംറയ്ക്ക് പോലും പോകാൻ നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. എല്ലാവരും കളിയാക്കിയിട്ട് തിരിച്ചു നടക്കുകയോ. എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വന്നു. ഉമ്മാനോട് ചോദിച്ചു, എന്റെ കൂട്ടുകാര് മുഴുവനും ഉംറയ്ക്ക് പോയുമ്മോ, ഞാനും കൂടെ പോകട്ടെ? ഉമ്മ പറഞ്ഞു, നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ചെറുപ്പക്കാരന് ദേഷ്യം വന്നു.
വീടിന്റെ അകത്തേക്ക് കിടന്നു. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാഹ് ഉംറയ്ക്കാണല്ലോ, നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ, പാപം ചെയ്യാനല്ലല്ലോ. ഉമ്മാന്റെ അനുവാദമില്ലാതെ വീട് വിട്ടിറങ്ങുകയാണ്. ഉമ്മ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഫദിലെന്ന് പറയുന്ന പൊന്നുമകൻ വീട് വിട്ടിറങ്ങുകയാ. അല്ലാഹുവേ, അവസാന യാത്ര തുടങ്ങി. മനസ്സിന്റെ അകത്തൊരു സമാധാനമില്ല. കൂട്ടുകാരൊക്കെ പോകുകയും ചെയ്തു. ഉമ്മാന്റെ പൊരുത്തമില്ലാതെയാണ് ഇറങ്ങിയത്. അവസാനം ചിന്തിച്ചു, നാദാ 2 റക്അത്ത് നിസ്കരിക്കാൻ തമ്പുരാന് നമസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറി ഉളുവെടുത്തിട്ട് നിസ്കരിക്കുകയോ. നിസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ നാട്ടുകാര് പള്ളിയിലേക്ക് ഓടി വന്നിട്ട് ഫദിലിനെ പിടിച്ച് കൈകാലുകൾ കെട്ടുകയാണ്. എല്ലാവരും തല്ലുകയാണ്. കാരണം എന്തെന്നറിയുമോ? അവിടെ ഒരു വലിയ മോഷണം നടന്നു. കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. സത്യത്തിൽ കള്ളനോടി രക്ഷപ്പെട്ട് കിടന്നു. ഫദിലാണ് കള്ളനെന്ന് കരുതിയിട്ട് നാട്ടുകാര് പിടിച്ച് കെട്ടുകയോ. കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? ഇവനിനി ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ല. ഇത് കരങ്ങളും അങ്ങ് വെട്ടിമുറിക്കുകയാണ്. പടച്ചവരെ, 2 കൈപ്പത്തികളും വെട്ടിമുറിച്ചു. 2 കാലും ഇവൻ നടക്കാൻ പാടില്ല. അവന്റെ കാല് 2ഉം വെട്ടിമുറിച്ചു. ഇവന് കാണാനിനി കണ്ണ് വേണ്ട. കണ്ണങ്ങ് ചൂട് നടക്കുകയാണ്. പടച്ചവനെ, ഒറ്റ ദിവസം കൊണ്ട് 2 കൈയും പോയി, 2 കാലും പോയി, 2 കണ്ണും പോയി. എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് തല്ലുമ്പോ അതിൽ വിളിച്ചു പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. എന്റെ ഉമ്മാന്റെ വാക്ക് കേൾക്കാത്തതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. കൊണ്ടുപോയി വലിച്ചെറിയുകയാണ്. അടിയോരത്ത് കൊണ്ട് വലിച്ചെറിഞ്ഞു. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം അവിടെ കിടന്നു മരണത്തോട് മല്ലടിക്കുകയാ. യാചിക്കുന്നു, എന്റെ ദുനിയാവ് നഷ്ടമായി, എന്റെ ആഖിറം കൂടെ നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാരാ. മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാരാ. അള്ളാനെ ഓർത്തിട്ട് ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുവോ? മലരാരണ്യത്തിന് വഴിയോരത്ത് കിടന്ന് യാചിക്കുകയാ. ഏതോ യാത്രക്കാര് അള്ളാന്റെ പേര് പറഞ്ഞിട്ട് യാചിക്കുന്നത് കണ്ടപ്പോ അവിടെ പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. വീടിന്റെ കവാടം തുറന്നു. ഒരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു. അവര് ചോദിച്ചു, ഉമ്മ, ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അറിയുമോ ഉമ്മ? ഉമ്മ നോക്കുമ്പോ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാ. അവന് കണ്ണില്ല, കൈയില്ല, കാലില്ല. ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലോ. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല. ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ ഫദില് വിളിക്കുന്നു, ഉമ്മ, ഞാനാടുമ്മ, ഉമ്മാടെ പൊന്നുമോന് ഫദിലാ ഉമ്മ. ഉമ്മയുടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണുമ്മ. കള്ളു കുടിക്കാൻ പോയതല്ലടോ, വ്യഭിചരിക്കാൻ പോയതല്ലടോ, സിനിമയ്ക്ക് പോയവനല്ലടോ, കറങ്ങാൻ പോയവന്റെ കഥയല്ല, ഒളിച്ചോടിയവന്റെ കഥയല്ല. പെങ്ങള് പടച്ചറപ്പിന്റെ കഅബാലയത്തിൽ പോകുന്നത് നല്ല കാര്യമല്ലേ? അള്ളാന്റെ പള്ളിയിൽ ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഉമ്മയുടെ അനുവാദമില്ലാതെ പോയവന് അള്ളാഹു കൊടുത്ത ശിക്ഷ ഇതാണെന്ന് ചരിത്രം പറയുമ്പോ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന 1ാമത്തെ ശിക്ഷ, അള്ളാഹു നിങ്ങളുടെ ആയുസ് വെട്ടിക്കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2ാമത്തെ ശിക്ഷ എന്തെന്നറിയോ? 2ാമത്തെ ശിക്ഷ എന്തെന്നറിയോ? മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കൂല. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ നിനക്ക്
നിനക്ക് റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ളൊരു മരണം നിനക്ക് തരൂല. നിന്റെ അവസാനം മോശമോ, നിന്റെ അവസാനം മോശമോ, നിന്റെ ആഖിബത്ത് മോശമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.